അതുപോലെ ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ബിന്ദു ആരോഗ്യമന്ത്രി പറഞ്ഞിട്ടുള്ള മറ്റൊരു കാര്യം ഈ ആശാവർക്കർമാരുടെ കാര്യത്തിൽ ഇവിടെയാണ് കൂടുതൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ കിട്ടുന്നത് നിങ്ങൾക്കാണ് എന്നാണ്. അതിനോട് എന്താണ് പ്രതികരിക്കാനുള്ളത്? അത് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരള സമൂഹം അതിന് ഉത്തരം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ദിവസം 7,000-7,000-നടുത്ത് രൂപ വാങ്ങിക്കുന്ന ആളാണ്, ദിവസം ശമ്പളം വാങ്ങിക്കുന്ന ആളാണ് നമ്മുടെ മിനിസ്റ്റർ വീണ ജോർജ്. അവരുടെ കീഴിൽ പണിയെടുക്കുന്നവർ ദിവസം 232 രൂപയ്ക്ക് പണിയെടുത്തിട്ട് മാസം 7,000 രൂപ വാങ്ങിക്കും. അതൊരു വലിയ തുകയാണെന്ന് പറയുന്നതിൽ ഒരു ജാള്യത അവർക്ക് തോന്നുന്നില്ല എന്നുള്ളത് ഒരു കഷ്ടം തന്നെയാണ്. നിങ്ങൾ ഇതിനിടയ്ക്കാണല്ലോ ഇവിടെ മന്ത്രിസഭാ തീരുമാനങ്ങൾ അറിയുന്നത്. PSC ചെയർമാന് PSC അംഗങ്ങൾക്ക് ഇരട്ടിയിലധികം അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയാണ്. ഇവിടെ സർക്കാർ അഭിഭാഷകരുടെ ശമ്പളം വർദ്ധിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വിവരങ്ങൾ ഇപ്പോൾ KV തോമസിൻ്റെ പ്രതികരണം നമ്മൾ കണ്ടല്ലോ. യാത്രാബത്ത കൂട്ടിക്കൊടുക്കുന്നു. അപ്പോൾ ഇതിനൊക്കെ പണമുണ്ട്. നിങ്ങൾ ഈ സമരം ചെയ്യുന്ന കാലത്ത് നിങ്ങൾ പറയുന്ന ചെറിയൊരു തുക വ്യത്യാസം മാത്രമാണ്. അതിനിടയ്ക്കാണ് ഈ വലിയ വർധന അപ്പുറത്ത് ചെയ്തു കൊടുക്കുന്നത്. ഈ വർധന പ്രഖ്യാപനം വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് അനുഭവിക്കുന്നത്? എന്താണ് തോന്നുന്നത് ഈ സമയത്ത്? വളരെ വളരെ ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾക്ക് എല്ലാവർക്കും, ഞങ്ങൾക്ക് മാത്രമല്ല പൊതുസമൂഹം ഒന്നടങ്കം അത് വളരെ ഒരു എന്താണ് അതിന് പറയാൻ നമുക്ക് വാക്കുകളില്ല. അതേപോലെയുള്ള ഒരു പ്രതികരണമാണ്. കണ്ണിൽ ചോരയില്ലാത്തവരെന്ന് പറയും, മനുഷ്യത്വം ഇല്ലാത്തവരെന്ന് പറയും. തൊഴിലാളികളുടെ പേര് പറയുന്നതല്ലാതെ ഇവിടെ പണിയെടുക്കുന്നവനോട് അവർക്ക് തരിമ്പും ഒരു താല്പര്യമില്ല, അല്ലെ അവനെ പരിഗണിക്കുന്നതേ ഇല്ല. അതല്ലെങ്കിൽ എന്ത് നിലപാടാണ് ഇവരെടുത്തത്? 11 ദിവസം ഈ പൊരി വെയിലത്തിരുന്ന് ദിവസം 232 രൂപ വാങ്ങിക്കുന്നവൻ അവൻ്റെ വേതനം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ അവൻ്റെ മുഖത്തടിക്കുന്നതിന് തുല്യമായിട്ടല്ലേ, അവൻ്റെ മുഖത്ത് എന്താണ് പുച്ഛിച്ച് തുപ്പുന്നതിന് തുല്യമായിട്ടല്ലേ ഈ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം വാങ്ങിക്കുന്നത്? എന്ത് പണിയാണ് PSCയിലിരിക്കുന്ന ആളുകൾ ചെയ്യുന്നത്? നേരത്തെ ഇവിടെ നമ്മുടെ പ്രതിപക്ഷ നേതാവിൻ്റെ അഭിപ്രായം ഞാൻ കേട്ടു. പൊളിറ്റിക്കൽ നോമിനികളാണ്. അവർക്ക് എന്ത് പണിയെടുത്തിട്ടാണ് ഈ ലക്ഷക്കണക്കിന് രൂപ അവർക്ക് കൊടുക്കുന്നത്? പൊതുസമൂഹത്തോട് ഇവർ ഉത്തരം പറയണ്ടേ? ഇവർ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടവരോട് ഒരു ഉത്തരം പറയണ്ടേ? ഈ സമൂഹത്തോടൊരു ബാധ്യതയില്ലേ ഇവർക്ക്? പ്രതിബദ്ധതയില്ലേ? ഇവർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങാനിരിക്കുന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അങ്ങനെയൊന്നുമല്ല. ഇതിനെ വളരെ 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 സൂക്ഷ്മമായി വിമർശനാത്മകമായി കാണുന്ന ആളുകളാണ്, പ്രതികരിക്കുന്ന ആളുകളാണ്. ആശാവർക്കർമാർ മാത്രമല്ല, ഈ കേരള സമൂഹം ഒന്നടങ്കം അതിനെതിരെ പ്രതിഷേധിച്ചിരിക്കുകയാണ്. വർധനമെന്ന് പറഞ്ഞാൽ എന്ത് തരത്തിലുള്ള ഒരു വർധനമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ഇവിടെ അരിക്ക് 1 കിലോ അരിക്ക് 50 രൂപ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ, അത്രയും വിലക്കയറ്റമുണ്ടായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ, 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് 300 രൂപ കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ, ഇന്നലെ 100 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം ഇന്ന് 125 150 കൊടുക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് വിലക്കയറ്റം ഒരു തരത്തിലും ഇല്ലാത്ത തരത്തിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ പണിയെടുക്കുന്നവൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ ഗ്രാമങ്ങൾ മുഴുവൻ അലഞ്ഞ് തിരിഞ്ഞ് നടന്ന്, ഇന്നിവിടെ വന്ന വയനാട്ടിൽ നിന്നും മലയോര ഗ്രാമങ്ങളിൽ നിന്ന് ഇടുക്കി എന്നൊക്കെ വന്ന ആശാവർക്കർമാർ പറയുന്ന കേൾക്കണം. അവർ ഈ വന്യമൃഗങ്ങളുടെ ഭീഷണിയൊക്കെ നേരിട്ടുകൊണ്ടാണ് അവർ മലയോര മേഖല ആയത് കാരണം വീടുകൾ തമ്മിൽ വളരെ വലിയ ഗ്യാപ്പാണ്. അവരവരുടെ ജീവൻ പണയം വെച്ചോടാണ് അവിടെ പോയി പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വെയിൽ കൊണ്ട് ഈ തെരുവിലൂടെയും കാട്ടുപ്രദേശങ്ങളിലൂടെയും നടന്ന് പണിയെടുത്തവൻ്റെ, നട്ടല് തെയ്യുന്നവൻ്റെ, കാല് തെയ്യുന്നവൻ്റെ, അവൻ്റെ കണ്ണുനീരിന് വിലയില്ല. ഇവിടെ AC കാറിൽ യാത്ര ചെയ്ത് അതുപോലെയുള്ള സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്നവർക്ക് 2.5 ലക്ഷം 3.5 ലക്ഷം ഒന്നും പോരാ, അങ്ങ് വാരിക്കോരി കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിന് വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുക ഒരാളെ ഡൽഹിയിലേക്ക്. എന്തിനാണ് പറഞ്ഞു വിട്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് പറഞ്ഞു പോയ ആശാവർക്കർമാരുടെ ഓണറേറിയം അല്ല ഇൻസെൻറ്റീവ് ചോദിച്ച് വാങ്ങിച്ചുകൊണ്ട് വരാത്ത എന്താ? ഇപ്പോഴും 4 ലക്ഷമോ 5 ലക്ഷമോ ഏതാണ്ട് ആക്കി കൊടുത്തിട്ടുണ്ടല്ലോ. എന്തിനാണ് ഈ നാട്ടുകാരൻ കൊടുക്കുന്ന ഈ കോടികൾ കൊടുത്ത് ഇവരെയൊക്കെ ഇവിടെ ഇരുത്തിയേക്കുന്നത്? ഇതിനൊക്കെ ഉത്തരം പറയണ്ടേ? ഇതൊക്കെ എന്താണ് സാമൂഹികമായി ഇത് സ്ക്രീനിങ്ങിന് വിധേയമാകും. ഉത്തരം പറയേണ്ടി വരും. ചാനലുകളുടെ മുന്നിൽ മാത്രമല്ലല്ലോ എന്ന് ഇവർ വരുന്നത്. ഇവർ ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ? തെരഞ്ഞെടുപ്പിനെങ്കിലും വരണ്ടേ? ജനങ്ങളോട് ഉത്തരം പറയണ്ടേ? വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ബിന്ദു ചൂണ്ടിക്കാണിക്കുന്നത്. ബിന്ദു, ആശാവർക്കർമാരെ കുറിച്ച് എല്ലാ കാലത്തും ആശാവർക്കർമാർ എന്ന് കേൾക്കുന്നുണ്ടെങ്കിലും അവരുടെ ജോലി എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണ് എന്ന് കേരളം മനസ്സിലാക്കിയ ഒരുപക്ഷെ കോവിഡ് കാലത്തായിരിക്കും. ആളുകൾ കോവിഡ് രോഗികളിലേക്ക് എത്താൻ ഭയപ്പെടുന്ന കാലത്ത്, അല്ലെങ്കിൽ കോവിഡ് രോഗികളുടെ റൂട്ട് മാപ്പൊക്കെ നോക്കിയിരുന്ന ഒരു പ്രത്യേക കാലം ഉണ്ടായിരുന്നല്ലോ. എല്ലാവരും അകറ്റി നിർത്തപ്പെട്ട ആ രോഗികളുടെ കാര്യത്തിൽ ദിവസേന എന്നോണം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും അന്വേഷിക്കാനും വേണ്ടി വന്നാൽ അവിടെ പോകാനും ഒക്കെ സന്നദ്ധരായിട്ടുള്ളത് ആശാവർക്കർമാർ. അവരായിരുന്നു ആ കാര്യങ്ങളൊക്കെ
ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഒരു ദിവസം ഒന്ന് വിവരിക്കാമോ? കോവിഡ് കാലത്തെ എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഒരു ദിവസം എന്ന് വിവരിക്കാമോ? ഒരു ദിവസം എന്ന് പറഞ്ഞാൽ പലതരം ഡ്യൂട്ടിയാണ്. നമുക്ക് ആശുപത്രിയിൽ 4 ദിവസത്തെ ഡ്യൂട്ടി ഉണ്ട് ഒരു മാസത്തെ ഒരു ആശാ വർക്കർക്ക്. അത് രാവിലെ ആ ഡ്യൂട്ടിയുടെ സ്വഭാവം അനുസരിച്ച് ആർദ്രം ഡ്യൂട്ടി, പാലിയേറ്റീവ് ഡ്യൂട്ടി, അങ്ങനെയൊക്കെ പല പേരുകളിലാണ്. 7:30 പോകണം. ഇപ്പോൾ ആശുപത്രി ചെന്നാലത്തെ അവസ്ഥ എന്താണെന്നറിയോ? അവിടെ ചെന്നാൽ ബാത്റൂം കഴുകണം, ആശുപത്രി തുറക്കണം, അവിടെ തൂക്കണം, പിന്നെ വൈകുന്നേരം ആശുപത്രിയുടെ പൂട്ടിയിട്ട് വരണം. എന്ന് പറഞ്ഞാൽ സാധാരണ OP ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇതുപോലുള്ള ആളുകൾക്ക് തിരിച്ചു പോകാവുന്നതാണ്. പക്ഷേ വൈകുന്നേരം വരെ അവിടെ നിൽക്കണം. ഇങ്ങനെയൊക്കെയുള്ള പണികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഫീൽഡിൽ പോയി ഇപ്പം മന്ത്ലി ഓണറേറിയത്തിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ നിബന്ധനകളിലൊന്ന് ഒറ്റപ്പെട്ട് താമസിക്കുന്ന ആളുകളുണ്ട്. ഒറ്റപ്പെട്ട് താമസിക്കുക. അത് 60 വയസ്സിൽ താഴെയുള്ളവരുണ്ട്, 60 വയസ്സിന് മുകളിലുള്ളവരുണ്ട്. അവരെയൊക്കെ പ്രത്യേകം തരംതിരിച്ച് അവരെയൊക്കെ പോയി കാണണം. പിന്നെ നിരവധിയായ സർവേകൾ നടത്തണം. ഇപ്പോൾ ശൈലി ആപ്പ് എന്ന് പറഞ്ഞിട്ടൊരു സർവേ കൊണ്ടുവന്നു. അത് 1ാം ഘട്ടം പൂർത്തീകരിച്ചു കൊടുത്തു. അത് ഈ സ്മാർട്ട് ഫോണിലൂടെയാണ് ചെയ്യേണ്ടുന്നത്. അത് ഈ പേഴ്സണൽ ഫോണാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതിനൊന്നും പ്രത്യേക സംവിധാനമൊന്നും ഒരുക്കിയിട്ടില്ല. യൂസ് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് ഇത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളും എല്ലാം ഹാങ് ആയി പോകും. അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊക്കെ ചെയ്തെടുക്കണമെങ്കിൽ എത്രയോ മണിക്കൂറുകൾ നമ്മൾ ഇരിക്കണം. പിന്നെ 200 രൂപയാണ് ഫോൺ അലവൻസ് കൊടുക്കുന്നത്. നമുക്കറിയാം ഇപ്പം ഈ പ്രൈവറ്റ് ടെലികോം കമ്പനികളുടെയൊക്കെ പാക്കേജ് നമുക്കറിയാം. 28 ദിവസത്തേക്കാണ് 350-ഉം 400 രൂപയുടെയൊക്കെ പാക്കേജ് എന്ന് പറയുന്നത്. നമ്മുടെ BSNLൻ്റെ അവസ്ഥ കാരണം നമുക്ക് BSNLെ ആശ്രയിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ കിട്ടുന്ന തുക തികയത്തുമില്ല. അപ്പോൾ ഇതുപോലെയുള്ള നിരവധി ബുദ്ധിമുട്ടുകൾ. ഇപ്പോൾ ശൈലി ആപ്പ് ഒന്ന് പൂർത്തീകരിച്ച് കൊടുത്തപ്പോഴത്തേക്ക് 2ാമത്തെ ശൈലി ആപ്പ് അതിന് പീരീഡുണ്ട്. ഇത്ര പീരീഡിനുള്ളിൽ പൂർത്തിയാക്കി കൊടുക്കണം. അത് തീരുന്നതിന് മുമ്പാണ് ഇപ്പോൾ ലെപ്രസിയുടെ സർവേ വന്നിരിക്കുന്നത്. ഇങ്ങനെ ഒരു പണി ചെയ്ത് തീരുന്നതിന് മുമ്പേ ഇരിക്കുക. അപ്പോൾ ഫീൽഡിൽ പോകണം, സർവേ പൂർത്തിയാക്കണം, 24 മണിക്കൂർ. കാരണം ഈ ചെയ്യുന്നതിൻ്റെ എല്ലാ റിപ്പോർട്ട് നമ്മൾ ഏജ് ബേസ്ഡ് ആയിട്ട് എഴുതി കൊടുക്കണം. ഏജ് ബേസ്ഡ് ആയിട്ട് 1 to 5, 5 to 10 ഏജ് ബേസ്ഡ് ആയിട്ട് എഴുതി കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഫീൽഡിൽ പോയി പണിയെടുക്കുന്നത് മാത്രമല്ല, നമ്മൾ പിന്നെ അതിൻ്റെ റെക്കോർഡ് എഴുതി സൂക്ഷിക്കുക. ആര് ചോദിച്ചാലും ആ നിമിഷം നമ്മൾ പലപ്പോഴും എവിടെയെങ്കിലുമൊക്കെ ഒരു ഫംഗ്ഷൻ ഇരുന്ന് ഭക്ഷണം വായിലോട്ട് വെക്കുമ്പോഴായിരിക്കും ഒരു വിളി വരുന്നത്, ഇന്നതിൻ്റെ ഇപ്പം കിട്ടണം, ഈ നിമിഷം കിട്ടണം. നമ്മൾ ഭക്ഷണം പോലും കഴിക്കാതെ അവിടെ നിന്ന് ഇറങ്ങി വരേണ്ടി വരും. അതിൻ്റെ നേരം അവർ ചോദിച്ചത് കൊടുക്കാൻ വേണ്ടി. അങ്ങനെ വളരെ ബുദ്ധിമുട്ടേറിയ തരത്തിലാണ് പണിയെടുക്കുന്നത്. പക്ഷേ പണിയെടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ആശാ വർക്കർമാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ പണി ചെയ്തത്. കാരണം എല്ലാ ദിവസവും പോയി സമൂഹത്തിലെ നിരവധി ആളുകളെ നേരിട്ട് കാണാനും അവർക്ക് സ്വാതന്ത്ര്യം നൽകാനും അവരെ ആശ്വസിപ്പിക്കാനും നമ്മുടെ ജീവിത ദുഃഖങ്ങൾ പോലും നമുക്ക് പലപ്പോഴും പങ്കുവയ്ക്കാനും മറ്റുള്ളവർക്ക് ആശ്വാസം പകരുമ്പോൾ അതിലൂടെ നമ്മുടെ ജീവിത ദുഃഖങ്ങൾ മറക്കാനും ഒക്കെയുള്ള നമുക്കൊരു സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ആശാ വർക്കർമാർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ വർക്ക് ചെയ്യുന്നത്. പക്ഷേ മാന്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം, അതിനുള്ള ഒരു വേതനം നൽകാൻ നമ്മുടെ സർക്കാർ അർഹിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ബിന്ദു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.